ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ചാനലിൽ വ്ളോഗിങ് വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒന്നുമില്ല, ആ ഒരു എക്സാമിൻ്റെ ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നതാണ്. അപ്പോഴാണ് ഒരു ഐഡിയ തോന്നി, എന്തുകൊണ്ടൊരു വ്ളോഗും കൂടി അങ്ങ് ചെയ്തുകൂടാ. അപ്പം അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. എൻ്റെ നാട് കണ്ണൂരാണ്. ഞാൻ പിന്നെ കണ്ണൂരിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ ഇവിടെയൊക്കെയാണ്. അപ്പം അതിൻ്റെ പുറത്തേക്ക് ഞാൻ പോയിട്ടേ ഇല്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ട്രെയിൻ കയറി ഞാൻ തിരുവനന്തപുരത്ത് എത്താൻ പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരം ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റുള്ള ഒരു സന്തോഷമുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എപ്പം വേണമെങ്കിലും കാണാമല്ലോ. അപ്പം എനിക്കൊരു നല്ല മെമ്മറി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. 2 പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന് വെച്ചാൽ ഇവിടുന്ന് ട്രെയിൻ കയറി ജസ്റ്റ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കേളമ്പടിയിൽ നിന്ന് ഇരിട്ടിയിലേക്കുള്ള ബസ്സിന് വേണ്ടി കാത്തുകയാണ്. അവിടെ നിന്നാണ് കണ്ണൂരേക്ക് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ ബസ് വരുന്നുണ്ട്. അങ്ങനെ ബസ്സിൽ കയറി സീറ്റിലിരുന്നു. ഇനി നേരെ എൻ്റെ സ്വന്തം ഇരിട്ടിയിലേക്ക്. അപ്പോൾ ഇതാണ് ഇരിട്ടി ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ കണ്ണൂർ ബസ്സിലേക്ക് കയറുന്നു. അപ്പോൾ ബസ്സിൽ നല്ല കിടിലം പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഈ പാട്ടൊക്കെയാണ് എന്തോ നിരോധിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ട്. പാട്ടിന് ഈ ബസ്സുകളിൽ വെക്കാൻ പാടില്ല, ഒഴിവാക്കണം. അന്നേരം എങ്ങനെ യാത്ര ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഇരിട്ടിയിൽ നിന്ന് കുറച്ച് കടല മേടിച്ചിട്ടുണ്ടായിരുന്നു, ബസ് പോകുമ്പോൾ വെറുതെ കുറിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി. അങ്ങനെ നേരെ കണ്ണൂരേക്ക്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ കിഴക്കേ കവാടത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ബസ് കൊണ്ട് നിർത്തുക ഫസ്റ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. അപ്പോൾ കുറച്ച് നടന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറണം. എന്നിട്ട് വേണം മെയിൻ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാൻ. ഇതാണ് ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇതൊന്ന് കാണിക്കാനും പിന്നെ MRIന്ന് ചായയും കുടിക്കണം, ഒരു സാൻഡ്വിച്ച് മേടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഞാൻ കുറേ സമയമുള്ളതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ മൊത്തം നടന്ന് കാണുകയാണ്. പിന്നെ 8 മണിക്കാണ് ട്രെയിൻ, ഞാൻ 5 മണിക്ക് ഇവിടെ എത്തി. അതുകൊണ്ട് എല്ലാം ഒന്ന് ചുറ്റി കാണാം വെറുതെയെങ്കിലും. അപ്പോഴാണ് ഈ ചേട്ടൻ ഈ വണ്ടി എടുത്തിട്ട് വന്നിട്ട്, ഇത് ഗോൾഫ് ബഗ്ഗി എങ്ങനെയാണെന്ന് തോന്നുന്നു. ബഗ്ഗി മോഡലൊരു സാധനം. എനിക്കതെല്ലാം ഇഷ്ടപ്പെട്ട് എനിക്കിതേപോലത്തെ ഒന്ന് വാങ്ങിയാലോ എന്നൊരു ആഗ്രഹവും വന്നു. സമയം 6:15 കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ 5:15 ഇവിടെ എത്തിയതാണ്. എന്നിട്ട് ഫുള്ള് നടക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് റൂമിൽ കുറച്ച് നേരം ഇരുന്നു. നല്ല ബാത്റൂമും ടോയ്ലറ്റൊക്കെയാണ്. പിന്നെ ഞാൻ ഏകദേശം സമയമാവാനായപ്പം പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് 3ലേക്കുള്ള വഴി. അപ്പോൾ അതങ്ങനെ ഇറങ്ങി പ്ലാറ്റ്ഫോം നമ്പർ 3ലാണ് നമ്മളെ വണ്ടി വരിക. അപ്പോൾ കുറച്ച് നേരം ഞാൻ പാട്ടൊക്കെ പാടി, ഇനിയും വരാത്തത് എന്തേ ട്രെയിനേ നീ, അങ്ങനെ പാട്ടൊക്കെ പാടിയപ്പോൾ നമ്മളെ സ്വന്തം മാവേലി എക്സ്പ്രസ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറി. അപ്പോൾ എൻ്റെ ടിക്കറ്റ് RAC ആയിരുന്നു. അപ്പോൾ സീറ്റ് താഴെയാണ് വരേണ്ടത്, ഒരു സീറ്റ് 2 ആൾ. അപ്പോൾ താഴത്തെ ചെക്കൻ എന്നോട്, അവൻ്റെ സീറ്റ് മുകളിലാണ്, എനിക്ക് ചാർജൊക്കെ ചെയ്യണം, അപ്പോൾ പോർട്ട് താഴേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് നേരം താഴെ കിടന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, മറ്റേ ആൾ വരാൻ വന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെ കോഴിക്കോട് എത്തിയപ്പോൾ എൻ്റെ സീറ്റിലെ 2ാമത്തെ ആളെത്തി. അപ്പോൾ ആ ചെക്കനോട് മുകളിലേക്ക് കയറാൻ പറഞ്ഞപ്പോൾ അവൻ്റെ ടിക്കറ്റ് കൺഫേം ആയിരുന്നു. അപ്പോൾ അവനങ്ങനെ മുകളിൽ കയറി കിടന്നു. അങ്ങനെ കുറേ നേരം പുറത്തേക്കൊക്കെ നോക്കി. ഞാൻ ഇങ്ങനെ ഇരുന്ന ടൈമിൽ TTR വന്നിട്ട് പറഞ്ഞു ഒരു സീറ്റ് ഒഴിവുണ്ട് എന്നിട്ട് എനിക്ക് വേറൊരു സീറ്റ് സെറ്റാക്കി തന്നു. അങ്ങനെ തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ ബാക്കി വീഡിയോ പാർട്ട് 2 വരും. ഓക്കെ, ബൈ.